എല്ലാവർക്കും ഷിനൂസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഷിനു സൂര്യനാരായണൻ. നല്ല മഴ സമയത്ത് നല്ല ചൂട് പൊക്കവടയും നല്ല ഉള്ളിപ്പൊക്കവടയും നല്ലൊരു ചൂട് ചായയും ഒക്കെ കുടിച്ച് എന്തൊരു അന്തസ്സ്. ഈ എപ്പിസോഡിൽ നമുക്ക് വെങ്കായ പൊക്കവട അല്ലെങ്കിൽ ഉള്ളിപ്പൊക്കവട എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. വെറും ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, വെറും രണ്ട് ഐറ്റംസ് കൊണ്ട് നമുക്കിന്ന് ഉള്ളിപ്പൊക്കവട ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഒന്നുകൂടെ സ്വാഗതം. ഇനിയും ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിതിന് ആവശ്യമായത് 2 വലിയുള്ളി, ഒരു 2 പച്ചമുളക്, വലിയുള്ളി അരിയുക, വലിയുള്ളി നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് പച്ചമുളകിനെ ചെറുതാക്കിയിട്ട് മുറിക്കാം. ഇങ്ങനെ നീളത്തിൽ മുറിച്ച് മാറ്റി വയ്ക്കാം. മിക്സിംഗ് ബൗൾ തയ്യാറാക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടുക, 1 പിഞ്ച് കായപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. അതായത് നമ്മളിതിൽ പച്ചമുളക് ചേർത്തിയിട്ടുണ്ട്, പക്ഷേ നമുക്കതിൻ്റെ അനുസരിച്ചിട്ടുള്ള മുളക് പൊടി എടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കൊത്തമല്ലി മുറിച്ചിടുക, ചെറുതാക്കി മുറിച്ചിടുക. കറിവേപ്പിലയും ചെറുതാക്കി അരിഞ്ഞ് ഇടുക അതിലേക്ക്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി കൂട്ടി കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല, ഈ ഉള്ളിയിൽ തന്നെ നല്ല വെള്ളം വരുന്നതാണ്. ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് 3/4 കപ്പ് കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് അരിപ്പൊടി അതും ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും നമ്മൾ വെള്ളമൊന്നും ചേർത്തണ്ട, നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് തെളിച്ചു കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ഏകദേശം വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഈ ഒരു ഇതിലാണ് നമുക്ക് ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇത് വറക്കാനെടുക്കുന്ന ആ സമയത്ത് ജസ്റ്റ് ഒരു വെള്ളം ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കുക. ഒരുപാട് ഒഴിക്കാനേ പാടില്ല. അതിൽ ഇങ്ങനെ തെളിച്ചു കൊടുത്തിട്ട് നമ്മൾ കുഴയ്ക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് പറഞ്ഞാൽ നമ്മളിത് ബോണ്ട ബജ്ജി മാവ് കുഴയ്ക്കും പോലെയാവും. തെളിച്ചിട്ട് വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ. ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവണം. ഇനി നമുക്ക് ഗ്യാസിലൊരു പാന് വെച്ച് നമുക്ക് എണ്ണ ചൂടാവാൻ വയ്ക്കാം. എണ്ണ ചൂടായതിന് ശേഷം ഇതുപോലെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ നന്നായി ചൂടോടെ നല്ല ബ്രൗണിഷ് കളറായിട്ട് നമുക്ക് വറുത്ത് കോരാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിപ്പൊക്കവട റെഡി ആയിരിക്കുകയാണ്. നമുക്ക് കഴിച്ച് നോക്കട്ടെ കേട്ടോ. സംഭവം അടിപൊളിയായിട്ട്. ചായയും കൂടെ എടുക്കടാ. അപ്പോൾ മസാല ടീയും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ചെറിയൊരു റെസിപ്പിയാണ്, കൂടുതലൊന്നും പറയാനില്ല. എന്താ വെച്ചാൽ സംഭവം കിടക്കി ഞാൻ ഇതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.
താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ എം ഷിനു സുരേന്ദ്രൻ സൈനിങ് ഓഫ്. ബൈ.